അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മളിപ്പോൾ ആ പുതിയ വീടൊക്കെ വാങ്ങി സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ റിമോട്ട് ഗേറ്റൊക്കെയാണ്, റിമോട്ട് ഗേറ്റിൽ ഓട്ടോമാറ്റിക് സെൻസർ ഗേറ്റൊക്കെയാണ്. പക്ഷേ നമ്മളെ വണ്ടി മാത്രം അപ്ഗ്രേഡ് ആയില്ല ഗൈസ്. നമ്മളെ ഡിഫൻഡർ മോനാണ് നമുക്ക് ഇരിക്കുന്നത്. ഇതിപ്പോൾ കുറേ കാലമായി നമ്മൾ ഡിഫൻഡർ എടുത്തിട്ട്. നമ്മളിപ്പോൾ ഡിഫൻഡറാണ് ഇരിക്കുന്നത് ഗൈസ്. അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിവിടെ അടുത്തൊരു ജങ്ക്യാർഡുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ പറയാൻ പറഞ്ഞാൽ നമ്മൾ പുതിയൊരു ബൈക്ക് എടുത്തിട്ടുണ്ട് ഗൈസ് കേട്ടോ. അടിപൊളി ബൈക്കാണ്. നമുക്കപ്പോൾ കാറിൽ പോകണ്ട, ഇന്ന് ബൈക്കിൽ പോവാം. ബൈക്ക് സൂപ്പർ സാധനമാണ്, നല്ല പവർ കൂടിയ ബൈക്കാണ്. ബാക്കിലാണ് വെച്ചത്, നമുക്ക് എടുക്കാം. ഇതാകത്തെ നമ്മൾ ബൈക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു കിണ്ണം കാഴ്ച ഹണ്ടറാണ് നമ്മളെ ബൈക്ക്. അത് നമ്മൾ നല്ല കളറൊക്കെ അടിച്ച് എടുത്തിട്ടുള്ള സാധനമാണ്. സൂപ്പർ വണ്ടി എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ സൂപ്പർ നല്ല ക്വാളിറ്റി വണ്ടി, നല്ല ക്വാളിറ്റിന്ന് നല്ല റോഡ് പെർഫോമൻസ് ആണ്. നല്ല റേസിങ് പോലത്തെ ബൈക്കൊക്കെയാണ്. അടിപൊളി വണ്ടി എന്ന് വെച്ചാൽ അടിപൊളിയാണിത്. അതാണ് നമ്മളെ വ്യൂ. നമ്മൾ പറക്കുമെന്ന് പറഞ്ഞാൽ അത് പറക്കും തെളിയാണ്. സ്പീഡിൽ പോകുന്ന സ്പീഡിൽ പോയി വണ്ടി. നമുക്ക് എന്തായാലും ജങ്ക്യാർഡ് എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് നമ്മളെ ഹണ്ടറാണ് ഇരിക്കുന്നത്. അത് മറ്റേ വണ്ടിയൊന്നുമല്ല, ജോഡി വന്നപ്പോഴേ കിള്ളി പറന്ന് ഗൈസ്. സൂപ്പർ മാർക്ക് 5 ആണ് ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ലുക്കൊക്കെ കറക്റ്റ് അതേപോലെ ടൊയോട്ടയുടെ എംബ്ലമൊക്കെ ഉണ്ട് ഒരു സ്റ്റിയറിയിൽ. ഇതേത് വണ്ടി? മഹീന്ദ്രയുടെ ഒരു BE6 ആണൊക്കെ ഇരിക്കുന്നത്. BE6 ഏതൊരെണ്ണമല്ലേ, ടാറ്റയുടെ ആണെന്നോ, ഹാരിയറൊക്കെ പോലെ എന്തൊരു ഏതൊരു വണ്ടി. ഇവിടെ സിറ്റിയിലൊന്നും കണ്ടിട്ടില്ല വണ്ടി, അതാണെന്നറിയാം. ഇത് പിന്നെ നമ്മൾ സ്കോർപ്പിയോ ആണെന്ന് തോന്നുന്നു ഗൈസ്. അകത്തൊന്ന് ക്യാരി നോക്കട്ടെ, നമ്മളൊന്ന് ഓടിച്ച് നോക്കട്ടെ ഗൈസ്. എൻജിൻ പോലും സ്റ്റാർട്ടാവുന്നില്ല ഗൈസ്. ഇത്രയും പാട്ട കണ്ടിട്ട് ടയറില്ലാത്ത വണ്ടി എങ്ങനെ ഗൈസ് അനങ്ങുന്ന? നമ്മൾ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ലോറിയൊക്കെ ഉള്ളിൽ വരത്തിയിട്ടുണ്ട്. നമ്മളതുകൊണ്ട് പറ്റുന്ന വണ്ടിയൊക്കെ ഇതിൽ കയറ്റും, ലോറിയിൽ കയറുന്ന വണ്ടിയൊക്കെ ഇതിൽ കയറ്റും. അപ്പം നമുക്ക് ലോറിയിൽ വണ്ടിയൊക്കെ കയറ്റിയിട്ട് കാണാം. ശരി പ്രഭാകര. അപ്പം ഗൈസ്, നമ്മൾ വണ്ടികളെല്ലാം പ്രഭാകരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫോം വെച്ചതേ ഉള്ളൂ. ഞാൻ കൂടെ മാറ്റിയിട്ട് വിളിച്ചിരുന്നു. പ്രഭാകരൻ വന്ന് ലോറിയോടെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അച്ഛൻ വണ്ടി റെഡിയാക്കി തരാം, എന്തായാലും അച്ഛൻ വണ്ടി റെഡിയാക്കി തരും. അല്ല, നമ്മളിഷ്ടത്തിന് മോഡിഫിക്കേഷൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടതായി. അപ്പം എന്തായാലും നമ്മൾ എല്ലാ വണ്ടിയും മോഡിഫൈ അല്ലേ പോകാൻ. ലാസ്റ്റ് നമ്മൾ അങ്ങോട്ട് പോകാൻ നേരത്ത് നമ്മളെ ഡിഫൻഡർ ബേബീനെയും കൂടെ മോഡിഫൈ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. നമ്മളവിടെ കുറേ കാലം ആകെ ഉണ്ടായിരുന്ന ഡിഫൻഡറാണ്. ഡിഫൻഡറൊന്നും നമ്മൾ വിൽക്കില്ല, അത് നമ്മളെ ഫേവറേറ്റ് വണ്ടിയാണ്. നമ്മളെ ഈ ഹണ്ടർ എന്തായാലും നമ്മൾ സെയിൽ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. കാരണം എന്ന് ചോദിച്ചാൽ നമ്മളുടെ കയ്യിൽ ഫണ്ടില്ല. ഒന്നിൽ ഹണ്ടർ സെയിൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ഹണ്ടർ സെയിൽ ചെയ്യാൻ തോന്നുന്നില്ല. പിന്നെ ഡിഫൻഡറൊന്നും നമ്മൾ സെയിൽ ചെയ്യൂല. നമ്മൾ അത്ര ആഗ്രഹമൊന്നും എടുത്ത വണ്ടിയാണ് ഡിഫൻഡർ. ഹണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കിട്ടിയ വണ്ടി, പക്ഷെ ഭയങ്കര സ്നേഹമാണ് നമുക്ക് ഈ വണ്ടിയിലൂടെ. ഇത് ഭയങ്കര അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല റോഡ് പെർഫോമൻസ് ഉള്ള വണ്ടിയാണത് ഹണ്ടർ. അതുകൊണ്ട് നമ്മളുടെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ പ്രഭാകരൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ സിറ്റി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പേര് ലാംബോർഗിനി ഉറൂസാണ് ഗൈസ്. ലാംബോർഗിനി ഉറൂസ് എൻ്റെ അളിയാ. ഒന്നിൽ നമ്മൾ ഉറൂസ് വിൽക്കും, അല്ലെങ്കിൽ മറ്റേ സുപ്ര കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ സ്കോർപ്പിയോ കൊടുക്കും. സ്കോർപ്പിയോയാണ് കൊടുക്കാൻ കൂടുതൽ ചാൻസ് നമ്മൾ, അല്ലെങ്കിൽ സുപ്ര. BMW എൻജിൻ വെച്ച സുപ്രയാണത്. ഞാനൊരു സുപ്ര ലവറാണ്, ഡൈ ഹാർട്ട്. പക്ഷെ MK4 ആണ് കേസ്. MK5 എനിക്ക് വലിയ ഇഷ്ടമല്ല, കാരണം അത് BMW എൻജിനാണ്. BMW അതുകൊണ്ടാണ് എനിക്ക് ടൊയോട്ടയുടെ ആകെ ഇഷ്ടമില്ലാത്ത വണ്ടി ഇതാണ്, MK5. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ MK5 അങ്ങ് കൊടുക്കും സുപ്രയുടെ. അല്ലെങ്കിൽ നമ്മൾ എൻ്റെ ഒരു ബലമായൊരിത് കൊടുക്കാനാണ് സ്കോർപ്പിയോയൊക്കെ പ്രഭാകരൻ ലുക്കാക്കി തരാമെന്നാണ് പറഞ്ഞത്. ഹണ്ടർ എന്തായാലും ഞാൻ കൊടുക്കുന്നില്ല, ആ ചിന്ത ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഇനിയിപ്പം പ്രഭാകരൻ വണ്ടിയൊക്കെ വീട്ടിലോട്ട് എത്തിച്ചിട്ട് നമുക്കിനി കാണാം.
ഗൈസ് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്, നമ്മളെ വീഡിയോ കാണുന്ന ഒരാളും സബ്സ്ക്രൈബ് ചെയ്തില്ല ഗൈസ്. ഇനി ഒരാളും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് 800 എന്ന ഗോൾ പോയിന്റിലേക്ക് ഞാൻ കടക്കുന്നതാണ്. അതുകൊണ്ട് ഒരാളും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ. അപ്പോൾ ചെയ്തേ പറ്റൂ എന്ന് നമ്മൾ പറയുന്നുണ്ട് ഗൈസ്. നിങ്ങളല്ലാതെ പിന്നെ 100 വീണ് അതേ വല്ല പറ്റിയാടാ ചുമ്മാ. അപ്പം നമ്മളുടെ ഒരു ഇത് വെച്ചെന്ന് വെച്ചാൽ നമ്മൾ പ്രഭാകരൻ്റെ ഒന്നിലും നമ്മൾ വണ്ടി അങ്ങോട്ട് പോയി എടുക്കുമല്ലോ, ഈ പ്രഭാകരൻ ഇങ്ങോട്ട് കൊണ്ടുവരും. പ്രഭാകരൻ ആദ്യം അവൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ശരിയാക്കുക ഉറൂസാണ്. ഉറൂസിന് വലിയ കംപ്ലൈൻറ്റ് ഇല്ല, എഞ്ചിനൊക്കെ നല്ല ഇരിപ്പുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സൂപ്പറായാണ്, ഭയങ്കര ഇല്ല, കുറേ പണികൾ കുഴപ്പമുണ്ട്. അതിൻ്റെ ടയറില്ല, ഒരു വണ്ടിക്കും ടയറില്ല, ഉറൂസിൻ്റെ ടയറില്ല. പക്ഷേ സൂപ്പറയുടെ ഡോറ്, ഡിക്കി, ബോണറ്റ് എല്ലാം പോയി കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ഉറൂസിലാണെങ്കിൽ പിന്നെ ബോണറ്റും ഡിക്കും ഉണ്ട്. രണ്ടാമത് സ്കോർപ്പിയോ, മൂന്നാമതാണ് നമ്മളെ സൂപ്പർ ചെയ്തിരിക്കുന്നത്. നമ്മളെന്തായാലും കാത്തിരിക്കുക. ഇത് ആറായി പാതിരാവിലെയാണെന്ന്. ഹലോ ലോഡാ, എന്തോ പ്രഭാകരനുണ്ടോ? നിന്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഉറൂസ് കൊണ്ടിട്ടിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ അതെന്തോ നോക്കട്ടെ അളിയോ. അളിയൻ ലുക്കാക്കി കാണും നമ്മളെ പ്രഭാകരൻ. അപ്പോൾ ഗൈസ് 3 പ്രഭാകരൻ്റെ കഴിവ് നമ്മൾ കാണാൻ പോവുകയാണ്. 2, 1 വണ്ടി എവിടെ? വണ്ടി എൻ്റെ അളിയ, ഇത് എന്നാ സാധന ഇമാതിരി പവർ വണ്ടിയായിരുന്നു. ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചവനെങ്കിലും ഭ്രാന്തനെന്ന് തോന്നുന്നു. പക്ഷേ അവൻ നമുക്ക് ഉപകാരിയായിരുന്നു. ഇത്രയും നല്ല വണ്ടിയൊക്കെ കൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ടേ നമുക്ക് കിട്ടിയ. നമുക്കിതിലോട്ട് ഒറ്റ റൈഡ് പറപ്പിക്കുക കട്ടിൻ്റെ വണ്ടിയെ പറപ്പിക്കാൻ വേണമെങ്കിൽ നല്ല സ്പീഡിൽ പോകുമ്പോൾ വേണേ നമ്മൾ ടോപ്പ് സ്പീഡ് എത്രയും നോക്കാം. നമുക്ക് പച്ച പുല്ലിലൂടെയൊക്കെ കയറി ഓടിക്കുക. വണ്ടി തെറിക്കുന്ന കേട്ടോ, നല്ല സ്പീഡുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം അറിയുമെന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ പൊന്നോ, കത്തുന്ന വണ്ടി ഇത്. ഇപ്പം തെറിച്ച് പോകും കേട്ടോ, ഭയങ്കര സ്പീഡുള്ള വണ്ടിയാണ് കേട്ടോ. നമ്മളെ കയ്യിലൊന്നും കൺട്രോളേ നിൽക്കൂല ഇത്. ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ നല്ല ക്ലിയർ റോഡുണ്ടെങ്കിൽ ഇട്ട് പറപ്പിക്കാനുള്ള വണ്ടിയാണ്. അടിപൊളി വണ്ടി എന്ന് വെച്ചാൽ ആടിപ്പോയി. ഞാൻ ഈ ഇടയ്ക്കൊന്നും ഇത്രയും നല്ല വണ്ടിയൊന്നും ഓടിച്ചിട്ടില്ല ഗൈസ്. നമ്മളെ ഡിഫൻഡർ ഓടിച്ചിട്ടുണ്ട്. ഡിഫൻഡർ സെറ്റല്ലേ, പിന്നെ കിണ്ണം വണ്ടിയല്ലേ. നമ്മളെ വീടെത്തി, അതിന് ഇടയ്ക്കെത്തിന്ന് വീടെടുക്കാം. കലക്കം വണ്ടി തന്നെ എന്തായാലും നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രഭാകരൻ പറഞ്ഞ ഇന്ന് തന്നെ നമ്മൾ സ്കോർപ്പിയോയും കിട്ടുമെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മളടുത്ത്. സ്കോർപ്പിയോ ഇന്ന് തന്നെ കിട്ടുമെന്ന്. പറ്റുമെങ്കിൽ അവൻ സൂപ്പറായി ഇന്ന് തന്നെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പയ്യെ. സ്കോർപ്പിയോയിൽ ചെയ്യേണ്ട മോഡിഫിക്കേഷനൊക്കെ ഞാനാണ് പറഞ്ഞെടുത്തേക്കുന്നത്. നിങ്ങളെ കളി പോകും ഗൈസ്. അത്രയ്ക്ക് നമ്മളൊരു അടിപൊളി കളറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളെ സ്കോർപ്പിയോ വരാൻ നമുക്ക് കാത്തിരിക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മളെ സ്കോർപ്പിയോയും അറൈവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. 3, 2, 1 സ്റ്റാർട്ട്. അല്ലേ വണ്ടി എവിടാ? വണ്ടി ഇടയെ കൊണ്ടുവന്നു. അവിടെ ആ നിഴലുകൾ ഞാൻ കണ്ടു. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഗൈസ് ഞാൻ JCBയുടെ ടയറൊക്കെ എടുത്തിട്ട് ഗൈസ് നല്ല കാശ് കെട്ടി. നമ്മളുടെ ഹണ്ടറിനെ നിങ്ങളിവിടെ എവിടെയും കാണുന്നില്ലല്ലോ. കാണുന്നുണ്ടോ? ഉണ്ടോ ഗൈസ്? കാണുന്നുണ്ടോ? കാണത്തില്ല. ഹണ്ടർ വിറ്റ കാശിനല്ലേനായി കോപ്രായെല്ലാം വണ്ടിയിലാണ് ചെയ്ത് വെച്ചാൽ ഗൈസ് നമ്മൾ ഹണ്ടർ ബേബി പോയിരിക്കുന്നു ഗൈസ്. കുഴപ്പമില്ല, ഈ സ്കോർപ്പിയോ വിറ്റ് 31 ഹണ്ടർ വാങ്ങിക്കും. ഹണ്ടർ മനയായി നമ്മൾ നല്ല കാശായി. സ്കോർപ്പിയോയൊക്കെ ചെറിയ സൂപ്പറാക്കി കൂടെ ഉള്ള പൈസയാണ് നമുക്ക് കിട്ടിയ. നമ്മൾ 2.5 ലക്ഷം രൂപയ്ക്ക് ഹണ്ടർ എടുത്താണ്. 2 ലക്ഷം രൂപയ്ക്കൊന്നും സെറ്റ് ആവില്ല. സ്കോർപ്പിയോ മാത്രം ശരിയാക്കാനുള്ള കാശിനാണ് ചെയ്തത്.
പിന്നെ സൂപ്പർ ശരിയാക്കാനുള്ള മണി എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അത് നമ്മൾ സൂപ്പറയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പൈസയാണ്. ഞാൻ ഒരു കാൽക്കുലേഷനൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന പൈസയാണ്. അത് നമ്മളുടെ ഒരു കൂട്ടുകാരൻ നമ്മളിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ ഉള്ളെത്താ തന്നെ ഒരു ജിമ്മി നമ്മളെ വാങ്ങിച്ചാണ്. പിന്നെ നമ്മൾ നൈസിന് അളിയൻ്റെ പൈസ വെച്ച് കാശിങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. പയ്യൻ പിന്നെ നമുക്ക് തന്ന് പൈസ അതൊരു 5-6 ലക്ഷം രൂപയൊക്കെ വരും. അതിന് അത്യാവശ്യം വന്നപ്പോൾ നമുക്ക് പണ്ടൊരു വണ്ടി ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പണ്ടൊരു ഫോർച്യൂണറാണെന്ന് തോന്നുന്നു. ഫോർച്യൂണറാ ഏത് വണ്ടിയായിരുന്നു മറ്റേ ഒരു അടിപൊളി ഒരു വണ്ടി ഉണ്ടായിരുന്നു. നമുക്കൊരു ഫോർച്യൂണറായിരുന്നു തോന്നുന്നു. ഫോർച്യൂണറാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ഫോർച്യൂണറാണെന്ന് തോന്നുന്നു. ഫോർച്യൂണറാ മസ്താങ്ക ഫോർച്യൂണർ. നമ്മൾ ഇതിലതൊരു വണ്ടി എടുത്ത് ഞാനങ്ങ് രണ്ടും കൽപ്പിച്ചങ്ങ് വിറ്റ്. കൂട്ടുകാരനൊരു ആവശ്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തു. 6 ലക്ഷമൊന്നും അല്ല അളിയാണിക്കിപ്പോൾ ഒരു 6 തന്നോളൂ. നമ്മൾ 12 ലക്ഷം രൂപ അളിയനെ കൊടുത്ത്. അതിന് ഹോസ്പിറ്റൽ കേസായിരുന്നു. അപ്പോൾ നമ്മളത്രയും കൊടുത്ത്. പാവം പയ്യനാണ്. അപ്പം തന്നോളൂ നമുക്ക്. അതൊന്നും കുഴപ്പമില്ല. നമ്മളൊന്നും നോക്കി ഫോർച്യൂണറായിരുന്നു കേട്ടോ. ഫോർച്യൂണർ എടുത്തങ്ങ് വിറ്റ്. നല്ല ഇതാണ് ഉയരൻ്റെ ഉണ്ണയിവാരും. ഇതാണ് നമ്മളെ ജിമ്മി സാവോൺ. നമുക്ക് വിശന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിടക്കാം. കുറച്ചൊരു ഉച്ചമയക്കമാവാം. അടിപൊളി ഉച്ചമയക്കത്തിന് കിടന്ന് രാത്രിയായി. ശുഭദിനം. എൻ്റെ അടിയ രാത്രി കഴിഞ്ഞാൽ അത്രയും സമയം കിടന്നുറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നാളെ നമ്മൾ സൂപ്പറേനെയും നമ്മൾ സെറ്റാക്കിയിട്ടൊക്കെ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. നാളെ നമ്മൾ സൂപ്പറേനെ എന്തായാലും സെറ്റാക്കിയിട്ട് നിങ്ങളെ കാണിക്കുള്ളൂ. അപ്പോൾ ഒരു നാളെ ഉച്ചയ്ക്കൊക്കെ നമുക്കിനി വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ ആയിട്ട് കാണാം. എൻ്റെ നമ്മളെ പ്രഭാകരൻ്റെ ഒരു കഴിവുകളെ രാവിലെ ഉറക്കണീറ്റപ്പോഴേ മച്ചാൻ വണ്ടി സെറ്റാക്കി ഇട്ടിട്ട് നമ്മളെ അങ്ങോട്ട് വിളിച്ച്. ഇത് നമ്മൾ സ്കോർപ്പിയോടെ അതേ കളറായിപ്പോയി ഗൈസ്. അതാണ് ഒരു വ്യത്യാസം. അത് വെയിലത്ത് നോക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതേ കളറായിപ്പോയി ഇന്ന്. അതാണ് വ്യത്യാസം. എന്താണ് പ്രശ്നം? വെയിലത്ത് നോക്കുമ്പോൾ ഇതേപോലെ തോന്നും. സ്കോർപ്പിയോ പക്ഷേ അതേ കളറാണ് തന്നെ അടിച്ചിരുന്നത്. വെയിലത്ത് നോക്കുമ്പോൾ ഇതേപോലെ തോന്നും. നമുക്ക് കുറച്ച് തണലത്തോട്ടിട്ട് ഞാൻ ഇതിൻ്റെ ശരിക്കുള്ള കളർ കാണിച്ച്. ഇതാ ഗൈസ്, ഇതാണ് നമ്മളെ വണ്ടിയുടെ ശരിക്കുള്ള കളർ. ഒരു പച്ച പോലത്തെ ഒരു ടച്ചാണ് നമ്മൾ അടിച്ച് ചെയ്യുന്നത്. നമ്മളെ ലംബോർഗിനിയൊക്കെ വെയിലത്തോടെ കാണുമ്പോൾ കറക്റ്റ് മഞ്ഞയെന്ന് തോന്നും. പക്ഷെ നമ്മളതൊരു ലൈറ്റ് മറ്റൊരു BM-നൊക്കെ അടിക്കുന്നത് രണ്ട് അടുത്തോട്ട് നിന്നിട്ടാണ് വ്യത്യാസം മനസ്സിലാവുന്നത്. BM-നൊക്കെ അടിക്കുന്ന ഒരു വെളുത്തൊരു കളറാണ് നമ്മൾ ലാംബോയിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആലോചിക്കുന്ന ഇനി ഇത് യാർഡിൽ വരുമ്പോൾ നമ്മളെ ഡിഫൻഡറിന് നമ്മൾ പ്രഭാകരൻ വീട്ടിൽ വന്ന് പണിയൊക്കെ ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വണ്ടി ഈ വണ്ടി കണ്ടോ, അതിനൊക്കെ അടിപൊളിയാണ് ഈ സാധനം. ഇതുപോലെ കലക്കം വണ്ടി എന്നാണ് പറഞ്ഞാൽ കലക്കം വണ്ടിയാണ് ഈ സാധനം. സോ അതിൻ്റെ ഫ്രണ്ട് ലുക്കൊക്കെ ഉണ്ടാകും. വെയിലത്ത് നോക്കുമ്പോൾ അതാണ് മഞ്ഞ എന്ന് പറഞ്ഞാൽ ഇത്രയും കടും മഞ്ഞ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. വെയിലത്ത് നോക്കി ദൂരം എന്നൊക്കെ നോക്കിയാൽ നല്ല മഞ്ഞയാണ് സൈഡൊക്കെ. ബാക്കിൽ ഇപ്പത്തെ തണലത്തോട്ട് മാറ്റിയിട്ട് ഞാൻ എടുത്ത് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് അനക്കിയിട്ടുണ്ട് നമ്മളെ വണ്ടി. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബാക്കി നാളെ ഗൈസ്. പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്കൊന്നും ചെയ്യാൻ മറക്കരുത്. എല്ലാവരും എല്ലാം പഞ്ചവറൊക്കെ ചെയ്തോ. അപ്പോൾ ടാറ്റ ബൈ, സീ യു.